ജൂലൈ മാസം അടിച്ചു പൊളിക്കാൻ ഈസി സ്റ്റോറിൽ ജിൽ ജൂലൈ സെയിൽ. സ്മാർട്ട് ഫോണുകൾക്ക് 75% വരെയും മൾട്ടിമീഡിയ ഗാഡ്ജറ്റ്സ്, ആക്സസറികൾ തുടങ്ങിയവയ്ക്ക് 50% വരെ ഡിസ്കൗണ്ടുകളുമായി തകർപ്പൻ ഓഫറുകളാണ് ഈസി സ്റ്റോറിലുള്ളത്. ഏറ്റവും ആകർഷകമായ വിലയിൽ സാംസങ് ഫ്ലിപ്പ് 5 വാങ്ങുമ്പോൾ നേടാം 8000 രൂപ വില വരുന്ന സൗണ്ട് ബാർ തികച്ചും സൗജന്യമായി. കൂടാതെ 24,990 രൂപ മുതൽ ലാപ്ടോപ്പുകളും എല്ലാവിധ സർവീസുകൾക്കും മികച്ച ഡിസ്കൗണ്ടുകളും. ഈസി കെയറിൽ സൂപ്പറാണ് കെയർ, ഫാസ്റ്റ് ആണ് സർവീസ്. ഉടനെ തന്നെ ഈസി സ്റ്റോറിലെത്തൂ. ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവം സ്വന്തമാക്കൂ. പള്ളിപ്പുറത്ത് ഈ ലൈബ്രറി ഉദ്ഘാടനം. വിദ്യാർത്ഥികൾക്ക് വായനയ്ക്ക് മുൻഗണന നൽകണമെന്ന് സ്പീക്കർ. വായന കുറയുന്നു എന്നതിനോട് അഭിപ്രായമില്ല, എന്തു വായിക്കുന്നു എന്നതാണ് വിഷയമെന്ന് നിയമസഭാ സ്പീക്കർ അഭിപ്രായപ്പെട്ടു. KN ഉണ്ണികൃഷ്ണൻ MLA വൈപ്പിൻ മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ഈ ലൈബ്രറി ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ഭരണഘടന കുട്ടികൾ പഠിക്കണം. എന്താ ഭരണഘടന? ഇന്ത്യൻ ഭരണഘടന 51 ക്ലോസ് H എന്താ പറയുന്നറിയോ? ടീച്ചർമാരും മാഷന്മാരും വെറും അക്കാഡമിക് മാറ്റേഴ്സ് മാത്രം പഠിപ്പിച്ചാൽ പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ കുട്ടികളെ പഠിപ്പിക്കണം. എന്താ പറയുന്നത്? To promote scientific temper, to promote critical thinking, വിമർശനാത്മക ചിന്ത, ശാസ്ത്രബോധം വളർത്തണമെന്ന് ആദ്യം പറഞ്ഞത് ഈ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റു ആയിരുന്നു. പ്രഥമ പ്രധാനമന്ത്രി പറഞ്ഞു ശാസ്ത്രചിന്ത പ്രചരിപ്പിക്കണം, യുക്തിബോധം അല്ലെങ്കിൽ യുക്തിബോധവും വിമർശനാത്മക ചിന്തയും പുതിയ തലമുറയെ പഠിപ്പിക്കണം. അവിടെയാണ് ഇവിടെ ചിലത് പറയുന്നത് ആണും പെണ്ണും ഡാൻസ് കളിക്കാൻ പാടില്ല. ഹിന്ദു മിത്തോളജിയാണ് ഏറ്റവും ആദ്യം ഉണ്ടായ സയൻസ്. ഈ രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്ന കാലം. അത് മാത്രമല്ല, ആർട്ടിക്കിൾ എന്താ പറയുന്നത്? വിദ്യാർത്ഥികൾ പത്രവായന അനിവാര്യമാക്കണം, വായിച്ചാൽ പദസമ്പത്ത് ശക്തിപ്പെടുമെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു. KN ഉണ്ണികൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ കേരള സ്റ്റേറ്റ് ബുക്ക് മാർക്ക് സെക്രട്ടറി എബ്രഹാം മാത്യു ആമുഖ പ്രഭാഷണവും BPCL ജനറൽ മാനേജർ ജോൺസൺ K മുഖ്യപ്രഭാഷണവും നടത്തി. കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിന്യൂൾ റോക്കി റോബിൻ കളത്തിൽ മുഖ്യാതിഥിയായിരുന്നു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമിണി അജയൻ, വൈപ്പിൻ AEO ഷഹന, കൈറ്റ് കോർഡിനേറ്റർ അജി ജോൺ, BCPL CSR ഹെഡ് ജോർജ് തോമസ്, ടോം ജോസഫ്, റിലയൻസ് ജിയോ അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ, സ്മാർട്ട് E3 സൊല്യൂഷൻസ് MD ഗോകുൽ ഗോവിന്ദ്, സ്കൂൾ പ്രധാന അധ്യാപകൻ സേവർ PA, സ്കൂൾ ലീഡർ ആൻഡ്രിക് ജെയ്സൺ എന്നിവർ സംസാരിച്ചു. ജിത ജോണി, ഭാസ്കരൻ അയ്യമ്പിള്ളി എന്നിവരെ ആദരിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. നമ്മുടെ സ്പീക്കർ ശ്രീ IN ഷംസീർ സാറാണ്. നമുക്കറിയാം, സ്പീക്കർ എന്ന നിലയിലും അല്ലാതെയും അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ എന്നും കേരളീയ സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ വിദ്യാലയം 125ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതിന് ഉദ്ഘാടനത്തിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട MLA യുടെ ന്യൂസ് ബ്യൂറോ, കൊച്ചി.